എന്റെ പൊന്നു വാസുവിനെ ഞാൻ രണ്ട് സൈഡും നോക്കി വണ്ടിയിലെന്ന് ഉറപ്പുവരുത്തിട്ട് ഞാൻ ക്രോസ് ചെയ്ത് കൊണ്ട് പോയത് അങ്ങനെയൊക്കെ ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പാ ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെയാ വാസുവിനെ ഞാൻ നോക്കുമ്പോ വണ്ടിയൊന്നും ഇല്ലായിരുന്നു പോലെ പോയത്. ഞാൻ ഓർഡർ ലിസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. സോ റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയണത് ഗൈസ് നമുക്ക് ഞാൻ പറയാം എല്ലാ വട്ടം നമ്മൾ PVP റിക്രൂട്ട്മെന്റ്സ് മാത്രമാണ് എടുക്കുന്നത്. സോ ഈ വട്ടം നമ്മൾ വേറെ കുറച്ച് റിക്രൂട്ട്മെന്റ്സും കൂടി എടുക്കുന്നുണ്ട്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടും ടിവിയുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എടാ കീരി നീ ഇവിടെ ഇങ്ങോട്ട് വന്നേരാ ബാക്കി ടിവിയുടെ ഫ്യൂച്ചർ ബാക്കി കാര്യങ്ങൾ എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഞാൻ എടുക്കുന്നത്. സോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പിന്റെ ഒക്കെ പുറത്തുള്ള കുറച്ച് റിക്രൂട്ട്മെന്റ്സ് കൂടെയാണ് ഇന്നത്തെ. സോ ഗൈസ് അപ്പൊ നമുക്ക് ഏതെങ്കിലും അറിയാം നമുക്കിപ്പോ കറന്റ് സിറ്റുവേഷനിൽ നമുക്കിപ്പോ ആക്റ്റീവായിട്ട് മാക്സിമം ആക്റ്റീവ് എന്ന് പറയണത് 21-22 ആണ്. അതിനപ്പുറം അതെ 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 എന്താ ചന്ദ്രൻ എന്താ പറഞ്ഞേ? ഇല്ല കത്തിന്ന് വിചാരിച്ചു അവൻ അതാ ഇപ്പൊ T47 വരുമെന്ന് എന്റെ മനസ്സിങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയുക. കൂൾ ഡൗൺ ആടാ ചന്ദ്ര എത്ര ഉള്ളു വരുന്നമാര് വരട്ടെ. നമ്മളെവിടെയും പോകുന്നുണ്ടോ? ഇവിടെ തന്നെ ഇല്ലേ ഈ പറയുന്നമാര് വേറെ എവിടെയും പോകൂ? അവർ ഇവിടെ തന്നെ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ തന്നെ പോണ്ട്. വാ വരാൻ പറ. നമുക്ക് മാക്സിമം പുള്ള് ചെയ്യാൻ പറ്റുന്നത് ഒരു 23 വന്നിട്ടില്ല നമുക്ക് ഇതുവരെ. നമുക്ക് 22 ആണ് മാക്സിമം ആയിട്ട് നമുക്ക് ഒരു വട്ടം എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര റയറസ്റ്റ്. പക്ഷെ ഇപ്പൊ സിറ്റിയിലെ കോമൺ പ്രീവാർ എന്നൊക്കെ പറഞ്ഞ ഇന്നലത്തെ പ്രീവാർ 30 vs 30 ഒക്കെയാണ്. T47 vs KTM ഒക്കെ നടന്നത് മനസ്സിലായ. സോ അത്രയും ആൾക്കാര് സിറ്റിയിൽ ഇപ്പൊ ഒരു ഗ്യാങ്ങില് പ്രീവാറും ബാക്കി കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് കുറച്ച് പ്ലേയേഴ്സ് കൂടി വേണം. എന്നാലും നമ്മളൊരു 25-26 കൗണ്ടിലൊക്കെ നിൽക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചടപടെ റിക്രൂട്ട്മെന്റ്സ് എടുത്ത് ഫില്ല് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇത് മുമ്പോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ആൾക്കാരെ സോർട്ട് ചെയ്ത് എടുക്കാനാണ് താല്പര്യം. സോ അപ്പൊ നമ്മളിപ്പോ കറന്റ് 4 പേരെയാണ് ഇന്ന് ടിവിയിലോട്ട് വെൽക്കം ചെയ്യണത്. സോ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല. മാഡി റെഡി അല്ലേ എല്ലാരും? റെഡിയാ. സോ അപ്പൊ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നമുക്ക് ടിവിക്ക് ഒരു വലിയ അസറ്റ് എന്നുള്ള രീതിയിലത്തെ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരാളോടെയാണ്. സോ വി ആർ വെൽക്കമിങ് ഷൗട്ടെക്സ് ടു TVA Appukutan and officially welcoming as a content creator to welcome to TVA Shoutex. ഹലോ സിനിമാറ്റിക്സ് മാത്രമേ കണ്ടുള്ളൂ ഈ മോഹം. എവിടെ കണ്ടു പറഞ്ഞ കലണ്ടറിലൊക്കെ ഈ മുഖം മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായോ? ഇനിയിപ്പോ ഇവൻ തന്നെ വീഡിയോക്കകത്ത് ഇതൊക്കെ ഇട്ട് ഇത് തന്നെ വരും. ഇവരെല്ലാ വട്ടം ഇല്ലാത്തപ്പോ തന്നെ ഇവർ റോൾ കൊടുത്താണ് വീഡിയോ ചെയ്ത് വിടണേ. അപ്പൊ ഷൗട്ടെക്സ് മെയിൻ റോളാ ഇനി എന്നെ ബാക്കിൽ ഇവൻ കസാരക്കകത്ത് വേണം മനസ്സിലായോ? അപ്പൊ ഷൗട്ടെക്സ് മോനെ അപ്പൊ അപ്പുക്കുട്ടനല്ലേ ക്യാരക്ടർ പേര്? മൈൽസിന്റെ ഇവിടെ നിന്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ പണ്ടോട്ട് 5 സ്റ്റാർ ഉണ്ട് നിന്റെ പേര്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരെ ടി വി ഇല്ല. പക്ഷെ അവര് ചെറിയ സൗന്ദര്യം വിളക്കത്തില്ല. മനസ്സിന് പകരമായിട്ടാണ് വാസവൻ പറഞ്ഞത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. അയ്യോ അങ്ങനെ അടിച്ച് പിരിയോ അവര് എന്നാലും താങ്ക് യു മാത്രല്ല ഇതൊക്കെ പറ. നീ വന്നതിന്റെ ഒരു ഇത് ജേണി ഇതൊക്കെ നിനക്ക് പറയാം. അത് നമുക്ക് അകത്താണ് പോയി സംസാരിപ്പിക്കാം. എന്നാലും നിനക്ക് പറയാന്തല്ലോട്ടെ പറ. കൊറേ കാലം മുന്നേ മുറ്റത്ത് വരണം എന്ന് വിചാരിച്ചതാ. കുറച്ച് നേരം വൈകിയാലും അന്നേരം വന്നിട്ടൊക്കെ പോകുന്നില്ലേ? അതൊക്കെ നമ്മള് വന്നിട്ടുണ്ട്. അപ്പുക്കുട്ടാ നമ്മള് വീടിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അയ്യോ പാപ്പ അങ്ങനത്തെ വരവല്ല നമ്മള് മുമ്പിക്കല്ല പാപ്പ.
ഈ രക്ഷിക്കാൻ വരുന്നവരല്ല അകത്ത് കയറി try ചെയ്താ പോരെ? അപ്പൊ ആ വരവല്ല മറ്റേ നല്ല മറ്റേ നോക്ക് ഫ്രണ്ടിൽ കൂടെ നമ്മള് സൈഡിൽ കൂടെ അല്ല ഞാൻ ഇവിടെ കൂടെ പോയത് ഈ സൈഡിൽ കൂടെ ആയിരുന്നു കയറിയേ. നമ്മള് വടക്കോർത്ത് കൂടെ കയറിയത്, ഞാൻ വടക്കോർത്ത് കൂടെ കയറിയത്, ബാക്കി കൂടെ കയറിയത്. ഓ ഐ സി. അപ്പൊ അകത്ത് പോയി try റിക്രൂട്ട്മെന്റിനോടനുബന്ധിച്ച് ഇനി ടിവിയിലെ എല്ലാവർക്കും ഫ്രീ സിനിമാറ്റിക്സ് ആണ് അപ്പുക്കുട്ടൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തേക്കുന്നത്. എന്നാ പിന്നെ അവൻ എന്തിനാണ് ടി വിയിലെടുത്ത്? അവന് സമയം ഉണ്ടാവില്ലല്ലോ, പുറത്തിരിക്കാൻ സമയമുള്ളൂ, അത്യുള്ള സമയം ഉണ്ടാവില്ലല്ലോ. പൈസ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? പിന്നെ അപ്പൊ അപ്പുക്കുട്ട വെൽക്കം ടു ടി വി. നിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ എടുത്തേക്കണേ, നിനക്ക് നോർമൽ ഒരു മെമ്പർ എന്നുള്ള എല്ലാ പ്രിവിലേജസും ഇവിടെ ഉണ്ടാവും. സോ വാറും പ്രീ വാറും ഒക്കെ കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, സിറ്റുവേഷൻസ് ഒക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇറങ്ങാം. പക്ഷെ തോക്കെടുക്കരുത്. ചെറുതായിട്ട് അടിക്കൊക്കെ ചെയ്യും. പറഞ്ഞോട് നീ ക്യാമറ തൂക്കിയിടുന്നുള്ള എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യണം, അതാണ് മെയിൻ പരിപാടി. നമ്മളിങ്ങനെ അതെ പിന്നെ ആംഗിളുകളെല്ലാം കവറപ്പ് ചെയ്തത് അല്ലേ വാസവന്? അതെ 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 അതെ. അപ്പൊ വെൽക്കം 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 വെൽക്കം. അങ്ങോട്ട് ചെന്നോ, വണ്ടി ഇടിച്ച് വീഴല്ലേ, മാസം പോവേ. അത് വേണ്ട 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 വേണ്ട, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഓൾറെഡി. ഇല്ലടാ ഇവിടെ വാസവനെ കാലാവധി അടിക്കുന്നു. വരുന്നില്ല. അപ്പൊ മൂത്താടത്തേക്ക് വയസ്സായിട്ട് ഷൂട്ടതാ വാസവനെ. ചന്ദ്ര ഒരു അനുഗ്രഹം കിട്ടും. ഇല്ല ഇല്ല നമ്മള് അതിന്റെ ഇങ്ങനെ വിനയൊന്നും വേണ്ട, നമ്മൾ ഒന്നിക്കുള്ള വീഡിയോ നാളെ ചെയ്യും. കൂടുതലാ പാപ്പാവനെ, അവന് കുറച്ച് വിനയം കൂടുതലാ, അതാ എനിക്കും തോന്നി കേട്ടാ. മനസ്സ് പറയുന്ന അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചാന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ. അടുത്ത ആളെ നമുക്ക് കോ-ലീഡറിനൊരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലത്തെ റിക്രൂട്ട്മെന്റ് ആണ്. ഉറപ്പായിട്ട് അതിന്റെ ഒരു ആവശ്യമുണ്ട് ഇപ്പൊ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടി ഇറങ്ങിയതിന്റെ പഴയ സാരി ഇല്ല, അത് മറക്കില്ല. സോ അടുത്തൊരു റിക്രൂട്ട്മെന്റ് നമ്പർ 2 ഒരു കാട്ടവരാതി അത് PVP റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ്. PVP റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്കൊരു PVP പ്ലെയർ ആയിട്ടാണ്, കംപ്ലീറ്റ്ലി ഒരു PVP പ്ലെയർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ആൾക്കങ്ങനെ RP ഒന്നും ചെയ്ത് പരിചയമില്ല, ഞാൻ ഇങ്ങനെ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇവിടെ വരുന്ന എല്ലാവന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയണേ. സോ ഐ എം വെൽക്കമിങ് സാമ്രാജ്യം മെസ്ബോയ് ഗോഗു ടു TVA മെസ്ബോയ്. റെക്കോർഡർ വിളിയാണ് സൂപ്പർ KTM മെമ്പറും കൂടെയാണ്, എക്സ് KTM മെമ്പറും കൂടെയാണ്. എടാ നിന്റെ ക്യാരക്ടറിന്റെ പേര് മെസ്ബോയ് ഗോഗു എന്നല്ലേ? TGയിലുണ്ടായിരുന്നാ? ചെറുതായിട്ട് എത്ര തള്ളക്ക് വിളിച്ചിട്ടുണ്ട് നമ്മളെ അന്ന് പറഞ്ഞേ? നമ്മള് ചെക്ക് ചെയ്യും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ക്രോസ് ചെക്ക് ചെയ്യാ നമ്മള്. അല്ല നീ ഇപ്പൊ കറന്റ് KTMലല്ലേ അല്ലായിരുന്നോ? ഇപ്പൊ KTMലായിരുന്നു. അതിനു മുമ്പ് സാമ്രാജ്യത്തിലായിരുന്നല്ലേ? അതെ അതെ SMG ആണല്ലേ നിന്റെ പേരന്റ് ഗ്യാങ്? കുറച്ചെങ്കിലും ഗ്രോ ചെയ്ത് അവിടെ നിന്നാണ്, കളിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഗ്രോ ചെയ്ത ഗാങ്ങിന്നാണ്. മനസ്സിലായി. അപ്പൊ എടാ വെൽക്കം ടു TV. എടാ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. ഇല്ല പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തേലൊക്കെ പറ. എന്നാലും പറ. എന്തിനു പറയാ? ഇവിടെ വീട് എവിടെ നിന്റെ? എന്റെ വീടാ പലേറ്റോ. എല്ലാവർക്കും വീട് പലാറ്റോ. അവൻ പറഞ്ഞില്ല കാഞ്ഞങ്ങാടത്. ടെസ്റ്റ് പാസ്സായത്, ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായ. ഓക്കേടാ, നീ അവിടത്തോട്ട് ചെല്ല്. നോക്കി പോണേ നോക്കി പോണേ. വണ്ടി കൊണ്ടുപോണം.
അവൻ സംസാരിക്കാൻ മടിയൊന്നും കൂട്ടത്തിലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പാപ്പ. പക്ഷെ വാസമോനെ അവൻ എല്ലാരെയും തെറി പറഞ്ഞില്ലെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അപ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ അങ്ങോട്ട് നോക്കി. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മളെ തുറന്ന കാര്യമുണ്ട്. 90% അവന്മാരും എന്നെ എന്തൊക്കെ പറഞ്ഞോണ്ടെന്ന് എനിക്കറിയാം, മനസ്സിലായ? ഇതിലൊന്നും ഒരു കാര്യമില്ല പാപ്പ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തട്ടുകൂടെ ഞാൻ പറയാൻ വരുമായിരുന്നു. അല്ല, ഇവനെ നമുക്ക് ഈസി ആയിട്ട് ആർപ്പിക്കും. ഇപ്പൊ വന്നിട്ട് പോയവനെ ഇവൻ ഇവിടെ സംസാര വീരനാവും, നോക്കി ഉറപ്പ് പറയാൻ ഞാൻ. അവന്റെ സംസാരം അപ്പുറത്തേക്കിനെ അവന് തലമുത്തരത്തോട് DC സ്നൈപ്പ് തോളേക്കാണ്. അവൻ വാർന്ന് എന്നെ തന്തയ്ക്ക് തള്ളക്കി വിളിക്കുള്ളായിരുന്നു, മനസ്സിലായ? അതെനിക്കുണ്ടായിരുന്നു. അപ്പൊ കണ്ണാപ്പിയെ വസണ്ട. എല്ലാം ഇതൊക്കെ തന്നെ. അപ്പൊ റിക്രൂട്ട്മെന്റ് നമ്പർ 3 നമുക്ക് വിളിക്കാം. റിക്രൂട്ട്മെന്റ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഇതും ഒരു PvP പ്ലെയർ ആണ്. ആൻഡ് എന്താ പറയാ, അവന് കുറെ നാൾക്ക് മുമ്പേ നമ്മുടെ ഇതിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്, അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. സോ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടാണ് TVL. സോ ഐ ആം വെൽക്കമിങ് Bellari Jude to TVA as TVA Jude. Welcome to TVA. എല്ലാരും പറയണ്ടേ. റെക്കോർഡ് വോയിസ് ആണ് ഇത്. Jude മോനെ. Welcome. ഹെൽമെറ്റ് ഒന്നിരിക്കടാ, ഹെൽമെറ്റ് ഒന്നിരിക്കടാ. ഹെൽമെറ്റ് ഒന്നിരിക്കടാ. നീ എവിടെയെല്ലാം തേന് കുടിക്കാൻ പോയതാണോ? ബുക്കിയാണോ? ബുക്കി എന്നാ ഞാൻ എങ്ങനെ പഠിക്കണം ഇവരെയൊക്കെ? ഇവനെ പോലത്തെ മുന്നലും ഇല്ല സെയിം ടാറ്റു ഉള്ള. തലമുടി വേറെ ആർക്കും. എടാ ഇത് കഴിഞ്ഞാൽ നിന്നെ മുടിയോട്ടാ കൊണ്ടുപോയാ ഞാൻ. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കും നിന്റെ നാളെ തൊട്ട്. പ്ലീസ് സാറാ, അങ്ങനത്തെ ഒരാൾ എനിക്ക് വേണം. ഓക്കെ നമ്മളെ പയ്യൻ തള്ളക്കൊന്നും വിളിക്കില്ല. എടാ ഇത് നിന്റെ നോർമൽ സ്റ്റൈൽ ഇതാണല്ലേ? നീ ഇങ്ങനെയാണോ നടക്കണേ? എടാ നിന്റെ ഈ ബൾബിനകത്തായിരിക്കും ചിലപ്പോ അടി കൊള്ളുമ്പോ ഹെഡ് ഷോട്ട് ആയിട്ട് വീഴും. ഒരു ആവശ്യവും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ മുടി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഓക്കെ ആണല്ലേ? ചന്ദ്രൻ, നിന്റെ ഐഡന്റിറ്റി നീ മുടി വെട്ടാൻ സമ്മതിക്കുവോ? ഇല്ല അണ്ണാ. എടാ ഓക്കെ ആണല്ലോ, പറയട്ടെ. ഓക്കെയാണ്. ഇല്ല ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. നമ്മള് പറയണ കേക്കൊന്നും നോക്കിയാ പാസ്സായി. ഓരോ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണല്ലോ നമ്മള്. എനിക്ക് എന്റെ ഇവിടെ വരെ എത്തിച്ചെന്തായാലും ബെല്ലാരി അന്തേരിയൊക്കെ അവരോടൊക്കെ ഒരു താങ്ക്സ് പറയാൻ. അത്രേ ഉള്ളൂ. എല്ലാരും മിസ് ചെയ്യും. എലക്ഷന്റെ ഒക്കെ കൂടെ ഗ്രൈൻഡ് ചെയ്തോണ്ടിരുന്നതാണല്ലേ നേരത്തെ? BXT ഉണ്ട്, BXT പിന്നെ അവിടുന്ന് അന്തേരി, പിന്നെ ബെല്ലാരി, ലാസ്റ്റ് TV. വാസുവിനെ പാവം ചക്കര അവരെല്ലാം മിസ് ചെയ്യുന്നു. തിരിച്ചു പറഞ്ഞു വിട്ടാൽ നിനക്ക് നല്ല വിഷമുണ്ട്. അതാ പിന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞോടാ. എടാ എനിവേ വെൽക്കം ടു TV. വെൽക്കം ടു TV. അവന്റെ മുടിക്ക് ഒരു കളർ അടിച്ചു കൊടുക്കാറുന്നല്ലേ അണ്ണാ നമുക്ക്? കഴിയട്ടെ റാഗിങ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടെ. സോ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഇത് ആക്ച്വലി ഈ റിക്രൂട്ട്മെന്റ് ശരിക്കും നമ്മള് ഇത് എന്റേതായിട്ടുള്ള ഒരു കൺസിഡറേഷനിലും എന്റേതായിട്ടുള്ള, അതായത് നമുക്കിതൊരു നല്ല അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഡീഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. സോ ആൾക്ക് അങ്ങനെ ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് ഒരു RP ക്യാരക്ടറിനെയും ഇല്ല. സോ ഐ ആം വെൽക്കമിങ് കില്ലുവ ഗെയിമിംഗ് ആസ് അവർ കോച്ച് ടു TVA as TVA coach. Welcome to തുടങ്ങി. ഹലോ വെൽക്കം ടു TV. ഇത് വെച്ച കയ്യിൽ തന്നെ വെച്ചത് ആവശ്യം വരും. ഇന്നത്തോട്ട് നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ മലയാളി അല്ലാത്ത ഒരു റിക്രൂട്ട്മെന്റ് കോച്ചായിരിക്കും. ഞാൻ അങ്ങനെ ഭാഷ വെച്ച് പറയല്ല, നമ്മൾ കുറെ വട്ടം ഈ ലാംഗ്വേജ് ബാരിയർ കുറെ പേരുടെ അടുത്ത് ഇഷ്യൂ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? പക്ഷെ കോച്ചിന് ഞങ്ങൾ പറയണ മലയാളം മനസ്സിലാവും. അതുപോലെ കോച്ചിന് അത്യാവശ്യം മലയാളം തിരിച്ച് പറയാനും പറ്റുന്നതാണ് വേറൊരു നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള വലിയൊരു കാര്യം.
വർക്ക് ചെയ്യலாம். ഒരു മലയാളിയാണ്. അതെ, അപ്പൊ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. കോച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കോച്ചിന്? இது வரைக்கும் எத்தனையோ டீம்ல விளையாடி இருக்கேன்டா, பட் ഈ ടീമില് விளையாடும் போது என் ஹார்ட் பீட் எல்லாம் எக்ஸ்ட்ராவா வருதடா இப்ப ஜாயின் பண்ணும்போது. ജപ്പാനിൽ പോയപ്പോ പോലെ ഈ സീനില്ലായിരുന്നല്ലേ? இல்ல இல்ல. സോ വാട്ട് യു ഡിസൈഡ് ആസ് യുവർ ക്യാരക്ടർ നെയിം കോച്ച്? யோசிச்சனால சொன்னாலும் போதும். കില്ലുവാന്ന് കിട്ടുമ്പോ நல்லா இருக்குல்ல. கிலுவாவே நல்லா தானே இருக்கு. we will call you Japan coach. ഓക്കെ. നമ്മള് ജപ്പാൻ കോച്ച് തന്നെ വിളിച്ചാൽ മതി, ഇങ്ങനെ കോച്ച് തന്നെ വിളിച്ചാൽ മതി, വേറെ ഒന്നും വിളിക്കണ്ട. നമ്മളെ TV ജപ്പാൻ TV കില്ലുവെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ബെറ്റർ മേക്ക് TV ജപ്പാൻ കില്ലുവ. We will call you coach. സെറ്റ്. ടിവിഎ കോച്ച് സെറ്റടാ. സോ വെൽക്കം ടു TVA കോച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ? ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പറയല്ലേ, ഞാൻ റിക്രൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ പറയരുത്. വേറെ എന്തെങ്കിലും ത്രൂ ഔട്ട് ദ ജേർണി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോച്ച് പറയാം. த்ரூ அவுட் த ஜேர்னி, என் ஜேர்னி இங்க இருந்து ஆரம்பிக்குதுடா. ஃபர்ஸ்ட் உங்க 4 பேர் முன்னாடில இருந்து ஆரம்பிக்குது. ஓகே, പിന്നല്ല. സോ വെൽക്കം ചന്ദ്ര. കോച്ച് അടിക്ക ട്രൈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാം കോച്ച്. വാ എന്തായാലും വാ വാഗത്തോട്ട്. ഞാൻ ഇനി ഒരു കാര്യം പറയാം ഗൈസ്. ഈ സിറ്റുവേഷനില് ഞാൻ നിങ്ങളുടെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നാളെ TV-ക്ക് അകത്ത് ഇനി വരുന്ന ആൾക്കാർ പോവുകയാണെങ്കിലും എന്തെങ്കിലും ഇതാവുകയാണെങ്കിലും എന്റെ സൈഡ് അല്ലെങ്കിൽ എന്റെ സൈഡിൽ നിൽക്കും, എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് പേരെ ഞാൻ അതിനകത്ത് റിക്രൂട്ട് ചെയ്യുമെന്ന്. സോ അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോച്ചിനെ റിക്രൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇയാളെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 5-6 വർഷമായി. 6ാമത്തെ വർഷമാണ്. നിങ്ങൾ ചിലപ്പോൾ പുള്ളിയുടെ സ്ട്രീമിലിരുന്ന് ഈ പറയണതുപോലെ മറ്റേ ഇത് മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കും. പക്ഷെ ഓരോ ലൈനപ്സിനെ വരെ ഏതൊക്കെ ലെവലിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുള്ളിയുടെ ഹാർഡ് വർക്കും എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാം, കീരി ഇങ്ങോട്ട് വരില്ല, ഇപ്പൊ വരാം. അപ്പൊ ഞാൻ പറയണെന്ന് ആക്റ്റീവ് ആകുമെന്നോ? എടാ, പുള്ളിയുടെ അടുത്ത് പുള്ളി ആക്റ്റീവ് ആവുമെന്നോ? പുള്ളി എല്ലാ സമയത്തും ഉണ്ടാവും. ഫുൾ സിറ്റിയിൽ ആക്റ്റീവ്. ആർപ്പിക്ക് വന്നില്ലേലും ഒരു അടി പൊട്ടിയ പുള്ളി എന്തായാലും ഉണ്ടാവും, മനസ്സിലായോ? ആൻഡ് വേറൊരു കാര്യമുണ്ട്, പുള്ളിക്ക് എല്ലാ ഗെയിമിനോടും ഭയങ്കരമായിട്ട് അഡാപ്റ്റീവ് ആവാൻ സ്കില്ലുള്ള ഒരു പ്ലെയറും കൂടാണ്. സോ നമ്മുടെ ടീമിനും ടർഫിനും ഇനിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾക്കത് ഞാനിങ്ങനെ ഇപ്പൊ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, പക്ഷെ ബൈ ഫ്യൂച്ചറിൽ പുള്ളി തന്നെ അത് പ്രൂവ് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. അടുത്ത വില്ലൻദാസ് വെറും തോന്നലാടാ. എടാ, നീയൊക്കെ പുള്ളിയുടെ ലൈവ് കാണാറുണ്ടോ? ഒരു ദിവസം എത്ര നേരം പുള്ളി ലൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലായ? അതിവിടെ കാണുന്നവർക്കറിയാം. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാനല്ല ഞാൻ ഇവിടെ റിക്രൂട്ട്മെന്റ് എടുക്കണത്. എന്റെ ഗ്യാങ്ങിന്റെ വെൽബീയിങ്ങിനും ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് പറയുന്നവർക്ക് പറയാം, പുള്ളിക്കാരനെ എന്തായാലും ഞാൻ മാറ്റാൻ പോകണില്ല. അപ്പൊ ഞാൻ വാർച്ചാറ്റിൽ ഇടട്ടെ. വെൽക്കം ബെല്ലാരി ജൂഡ് സാമ്രാജ്യം മെസ്ബോയ്. പിന്നെ വേറെ ആരായിരുന്നു? ഷൗട്ടെക്സ് ആൻഡ് ഗെയിമിംഗ് ടു TVA. അയ്യോ, ബെല്ലാരിയുടെ സ്പെല്ലിംഗ് തെറ്റിപ്പോയല്ലേ, ഞാൻ പെട്ടെന്ന് ഇട്ടില്ലണ.